ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോ എന്തായി എന്ന് പറയാം. വീഡിയോയിൽ ഫസ്റ്റ് കാണിക്കുന്നത് പറഞ്ഞാൽ മുത്തശ്ശി പറയുകയാണ് നയനയോട്, അനാമിക മോൾക്കാണെങ്കിലോ അവനെന്ന് വെച്ചാൽ വലിയ കാര്യമാണ്. ഇവിടത്തേക്ക് വരാനും വലിയ ഇഷ്ടമാണ് ആ കുട്ടിക്ക്. ഇനിയിപ്പോൾ കല്യാണം വേണ്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്കും കൂടി നമ്മൾ പിടിച്ചു വാങ്ങേണ്ടി വരും. എന്തിനാ അതൊക്കെ? അപ്പം മുത്തശ്ശൻ പറയാണ്, മോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തണം. എന്തെങ്കിലും കരട് മനസ്സിലുണ്ടെങ്കിൽ അതെടുത്തു കളയണം. ആദർശിനെയാണ് ഈ കല്യാണം മുന്നിൽ നിന്ന് നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത്, പിന്നെ അവൻ്റെ അച്ഛനെയും അമ്മയും. അതുകൊണ്ട് മോള് മുന്നിൽ തന്നെ നിന്നിട്ട് എല്ലാം ചെയ്യണം. ശരി മുത്തശ്ശ. പിന്നെ നയന നേരെ പോയത് അനിയുടെ മുറിയിലേക്കാണ്. അനിയുടെ ഫോൺ എടുത്തു. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, അവൻ്റെ പാസ്വേഡ് എനിക്ക് അറിയാവുന്നതാണല്ലോ. നന്ദൻ എന്നാളെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നയന ചിന്തിക്കാണ്, സംശയിച്ചത് വെറുതെ ആയില്ല. അനി വിളിക്കുന്നത് നന്ദുവിനെ തന്നെയാണ്. അടുത്തത് കാണിക്കുന്നത് കനകയാണ്. കനക എന്തോ മിക്സിയിൽ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കനകയ്ക്ക് ഫോൺ വരുന്നു. അതായത് വിളിച്ചത് ഗോവിന്ദേട്ടനാണ് വിളിച്ചത്. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാണ്, നയന മോൾ ഇവിടെ വന്നിരുന്നു. നന്ദുവിനെ പൂട്ടിയിട്ടിരിക്കുന്ന വിവരം അറിഞ്ഞിട്ട് വന്നതാ. എന്നിട്ട് പെട്ടെന്ന് പോവുകയും ചെയ്തു, ചായ പോലും കുടിക്കാൻ നിൽക്കാതെ. അല്ല, അവിടെ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. മോളിനി എന്തെങ്കിലും അറിഞ്ഞോ എന്നാണ് എൻ്റെ പേടി. എന്നിട്ട് അവളെ തുറന്നു വിട്ടോ? എങ്ങനെ തുറന്നു വിടാതിരിക്കും? എത്ര സമയമാണ് പൂട്ടിയിട്ടിരിക്കുന്നത്? നയനമോള് തുറന്നു വിടുകയായിരുന്നു. ഗോവിന്ദേട്ടൻ ഒരു കാര്യം ചെയ്യ്, അവളെ നന്നായിട്ടൊന്ന് ഉപദേശിക്ക്. അല്ലെങ്കിൽ ശരിയാവത്തില്ല. ആ കല്യാണ പെണ്ണ് അത്രയും ദേഷ്യത്തോടെ സങ്കടത്തോടെയാണ് ഇവിടെ വന്നത്. ഇനി അനിയും നന്ദുവും അത് നിയന്ത്രിച്ചില്ലെങ്കിൽ അവൾ ഉറപ്പായിട്ടും ഇവിടെ കയറി വരും. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഗോവിന്ദേട്ടന് അറിയാലോ. നമ്മളെ മൂന്നാമത്തെ മോളെയും ഇവിടേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയുള്ള കള്ളക്കളി കളിക്കണമെന്ന് ആദർശ് മോൻ ഉൾപ്പെടെ ഇവിടെയുള്ള എല്ലാവരും പറയൂ. ചിലപ്പോൾ ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ള മൂർത്തി സാറും അമ്മയും തന്നെ ഇത് തന്നെയേ പറയുള്ളൂ. അതുകൊണ്ട് ഗോവിന്ദേട്ടാ, എങ്ങനെയെങ്കിലും നമ്മളെ മോളെ പറഞ്ഞു തിരുത്തിയേ പറ്റൂ. നമ്മുടെ മോളെ മാത്രം കുറ്റം പറയാൻ പറ്റില്ലല്ലോ കനകേ. ഉടനെ കല്യാണം, എന്നിട്ട് കല്യാണ പയ്യൻ ഇങ്ങനെയായാലോ? നമ്മുടെ മോളെ നിയന്ത്രിക്കുന്നോറും നമ്മളെ മോളുടെ പിന്നാലെ നടക്കുന്നത് അനിയാ. അതറിയാം ഗോവിന്ദേട്ടാ. എങ്കിലും നമ്മൾ വെറുതെ അനിയെ വിമർശിക്കാതെ നമ്മുടെ മോളെ പറഞ്ഞു തിരുത്തല്ലേ വേണ്ടത്. അപ്പം അതിന് ബാക്കിൽ നേന വന്ന് നിൽക്കുന്നുണ്ട്. നേന ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഇതെപ്പോഴാണ് ഈ കുട്ടികൾ തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ ആൺകുട്ടികളായിട്ട് കമ്പനി അടിച്ച് നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ലല്ലോ ഗോവിന്ദേട്ടാ. ശരി, ഇനി തല്ലിയിട്ടിട്ടോ കൂട്ടിയിട്ടിട്ടോ ഒന്നും കാര്യമില്ല. സമാധാനപരമായി അവളോടൊന്ന് പറയേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കാം. ഏതായാലും തൽക്കാലം നയന മോളിതൊന്നും അറിയണ്ട. നല്ല സംശയത്തോടെ ഇവിടെ നിന്ന് പോയെന്ന് തോന്നുന്നു. ഇവിടെ തിരിച്ചു വന്നപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നി. എന്തായാലും ഞാനായിട്ടൊന്നും പറയുന്നില്ല. ശരി കനകേ. ശരി ഗോവിന്ദേട്ടാ. കനക ഫോൺ കട്ട് ചെയ്ത് തിരിയുമ്പോഴേക്കും നയനയുടെ മുമ്പിലാണ് പ്രത്യക്ഷപ്പെട്ടത്. അത് ഞാൻ ഗോവിന്ദേട്ടനോട് സംസാരിക്കായിരുന്നു. മനസ്സിലായമ്മേ. അച്ഛനോട് പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കുകയും ചെയ്തു. ഞാനതിനെന്ത് പറഞ്ഞു? അമ്മ എന്താ പറഞ്ഞതെന്ന് അമ്മയ്ക്കറിയില്ലേ? എന്തിനാ അമ്മ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നേ? നന്ദുവിൻ്റെ മൊബൈലിൽ അനിത എന്ന പേരുള്ളൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതവളുടെ ഫ്രണ്ടാണെന്നാണ് അവൾ പറഞ്ഞത്. ഇന്ന് ഞാൻ പോയി മൊബൈൽ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി ഈ അനിത അനിയാണെന്ന്. പിന്നെ ഞാനൊന്നും ചോദിക്കാൻ നിന്നില്ല, നേരെ ഇങ്ങോട്ടേക്ക് പോരുമായിരുന്നു. ഇപ്പോൾ അച്ഛനോട് അമ്മ സംസാരിക്കുന്നത് കേട്ടപ്പോൾ എല്ലാം മനസ്സിലായി. നന്ദുവിന് അടുപ്പുള്ളത് അനിയോടാണല്ലേ? രണ്ടു പേരുടെയും വിഷമത്തിന് കാരണം അതാണല്ലേ? എൻ്റെ മോളെ കുറച്ച് ദിവസമായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുക. ഞാനും മോളുടെ അച്ഛനും എത്ര പറഞ്ഞിട്ടും പെണ്ണിന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ അനിക്കും. എൻ്റെ അമ്മേ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്തിനാ അച്ഛനമ്മയെ മനസ്സിൽ വെച്ച് നടക്കുന്നേ? ഇത് എന്നോട് പറയണ്ടേ? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മോളെ? ഇനി ഒന്നും ചെയ്യാനില്ല. നന്ദുവിനെ പറഞ്ഞു തിരുത്തണം. പക്ഷേ എത്ര പറഞ്ഞിട്ടും അവളും അനിയും തമ്മിൽ കാണുന്നുണ്ട് മോളെ. അങ്ങനെ ഇനി കാണാൻ പാടില്ല, പ്രത്യേകിച്ചും അനാമിക ഇത് അറിഞ്ഞ സ്ഥിതിക്ക്. ആ കൊച്ച് സമനില തെറ്റിയതുപോലെ നടക്കുന്നത്. പിന്നെ സമനില തെറ്റാതിരിക്കുമോ? കല്യാണം എല്ലാം ഫിക്സ് ചെയ്ത് അവൾ ഇങ്ങോട്ട് വരേണ്ട സമയമായി. ആ നേരത്താണോ അനി നന്ദു ഒക്കെ പിള്ളേർ കളിക്കുന്നത്? അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നിട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിഞ്ഞല്ലോ അമ്മേ. മോളെ, ഇത് ഈ വീട്ടിലറിഞ്ഞാൽ ഈ വീട്ടിലുള്ളവർ ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ല. അതെന്താ പറയാൻ പറ്റാതെ? അവരെല്ലാം നമ്മളെയാ പ്രതിയാക്കുള്ളൂ, പ്രത്യേകിച്ച് അമ്മയെയും അച്ഛനെയും.
മൂന്നാമതൊരുത്തിയും കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു എന്നേ പറയുള്ളൂ. ഏതായാലും ഇത് ഞാൻ അറിഞ്ഞതായിട്ട് അനി അറിയണ്ട. ഇവിടെ നന്ദുനിയാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ അനാമിക ഇങ്ങോട്ട് വന്നത് ഇതേപ്പറ്റി സംസാരിക്കാനായിരിക്കും അല്ലേ? അപ്പം പോലും അമ്മ ഈ കാര്യം എന്നോട് പറഞ്ഞില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാലും ഈ ദേഷ്യം അനാമികയ്ക്ക് നമ്മളോടൊക്കെ കാണും. ഒരിക്കലും സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് അനാമിക ഇങ്ങോട്ടേക്ക് കയറി വരാൻ പാടില്ല. അനി അവളെ സ്നേഹിക്കണം. കല്യാണത്തിന് മുമ്പ് തന്നെ അവളാണ് അവൻ്റെ പെണ്ണ് എന്ന് അവനവൻ്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിക്കാൻ ശ്രമിക്കണം. അതിന് നന്ദു വിചാരിച്ചാലേ സാധിക്കൂ. മോളെന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത്? അതൊന്നും അമ്മ അറിയണ്ട. ഇനി കല്യാണത്തിൻ്റെ അന്നല്ലാതെ നന്ദു അനിയും കാണാൻ പാടില്ല. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ആദർശ് ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് നയനയും വന്നു. നയന ഒരു അടുത്ത ചെയർ നീക്കിയിട്ടിട്ട് അതിലിരിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയാണ്, ചായ കുടിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരു ഗ്ലാസ് ചായ തരാൻ പോലും ആരുമില്ല. അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിലും ബ്ലാക്ക് ടീ കൊണ്ടുവരും. ഇപ്പോൾ ബ്ലാക്ക് ടീയും ഇല്ല, വൈറ്റ് ടീയും ഇല്ല. അതേ അതെ, ഞാൻ പറയുന്ന എന്തെങ്കിലും നീ കേൾക്കുന്നുണ്ടോ? ആദർശേട്ടൻ എന്താ പറഞ്ഞേ? അവളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. മനസ്സ് വേറെ എവിടെയോ ഉള്ളത്. നീ ഏത് ലോകത്താ? നിനക്കെന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നീ ഇവിടെയാണെങ്കിലും നിൻ്റെ മനസ്സ് മറ്റെവിടെയോ ആണ്. എല്ലായ്പ്പോഴും എല്ലാവരുടെയും മനസ്സ് ശരിയാവണം എന്നില്ലല്ലോ. ഇവക്കിത് പെട്ടെന്ന് എന്ത് പറ്റി? ഇനി ഞാൻ കടുപ്പിച്ചെന്തെങ്കിലും പറഞ്ഞാൽ പൊയ്ക്കളഞ്ഞാലോ? മനസ്സിനകത്ത് എന്തെങ്കിലും ഭാരമുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടൊക്കെ പറയാം. അങ്ങനെ മനസ്സിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുന്നവരുടെ അടുത്ത് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അല്ലാത്തവരോട് വെറുതെ വായിട്ടലച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം നിനക്ക് പ്രശ്നങ്ങളുണ്ട് അല്ലേ? പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരാരാ? ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സറിയാതെ ഓരോ പ്രശ്നങ്ങളും എന്നെ തേടി വരിക. നീ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷമാണല്ലോ ഈ കുഴപ്പം. എനിക്ക് മാത്രമല്ല, ആദർശേട്ടൻ്റെ അനിയനുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ. കല്യാണം അടുക്കുന്തോറും അത് വേണ്ട വേണ്ട എന്ന് അനി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അതേപ്പറ്റി ആദർശേട്ടൻ അന്വേഷിച്ചോ? അത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് അവന് പെട്ടെന്ന് കല്യാണം വേണ്ട. അതവൻ മുത്തശ്ശനോട് പോലും പറഞ്ഞു കഴിഞ്ഞു. അതെന്തായാലും പരിഹരിക്കാൻ പറ്റില്ല. അതിനപ്പുറം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവന്? അതിപ്പോൾ എന്നോടാണോ ചോദിക്കേണ്ടത്? ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മൈൻഡ് ഇങ്ങനെ തന്നെയായിരിക്കും. എന്നേക്കാൾ കൂടുതൽ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കൊണ്ട് ചില നേരത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ ചായ ഇപ്പോൾ കൊണ്ടുവരാം. അവൾ ചായ ഉണ്ടാക്കാൻ പോയ സമയത്ത് ആദർശ് ചിന്തിക്കുകയാണ്, ഇത് ഇവൾക്ക് എന്ത് പറ്റി? പിന്നെ കാണിക്കുന്നത് നന്ദുവിനെയും അച്ഛനെയാണ്. നന്ദു സെൻട്രലിൽ അവിടെ ഒരുത്തലിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അച്ഛൻ വന്നിട്ട് പറയാണ്, അവിടെ തലോടിയിട്ടൊക്കെ പറയാണ്, നീ എന്ത് സ്മാർട്ടുള്ള കുട്ടിയായിരുന്നു മോളെ. വീട്ടിലെല്ലാം ഓടിച്ചാടി നടന്നിരുന്നവളാ. എന്നിട്ടിപ്പോൾ അതെല്ലാം പോയി. അവൾ കരഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മേലിലേക്ക് ചാഞ്ഞു. എനിക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛാ. എപ്പോഴാണ് നീ എൻ്റെ മനസ്സിൽ കയറി കൂടിയെന്നും അറിയില്ല. ഇപ്പം എല്ലാ കാര്യങ്ങളും മോൾക്കറിയാം. ഈ ബന്ധം നടക്കാൻ പാടില്ല എന്നും മോൾക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഇങ്ങനെ വേദനിക്കുന്നത്? എനിക്കറിയില്ല അച്ഛാ. വിവാഹം ഫിക്സ് ചെയ്തിട്ടും ഒരുപക്ഷെ അനിയനോട് സ്നേഹം കാണിക്കുന്നതുകൊണ്ടാവാം. 2 മക്കളുടെ അനന്തപുരിയിലെ ജീവിതം കണ്ട് ഹൃദയം നനച്ചു പോയവനാ ഞാൻ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന്. അത്രയ്ക്ക് മനസ്സ് മടുത്താ ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെയുള്ളത് ഇനിയിപ്പോൾ നീയും കൂടി അച്ഛനെ പരീക്ഷിച്ചാൽ അധികം നാൾ അച്ഛൻ ഉണ്ടാവില്ല മോളെ. അത്രയ്ക്കൊന്നും താങ്ങാനുള്ള കരുത്ത് ഈ അച്ഛനില്ല. നയനമോള് നിന്റെ കാര്യത്തിൽ എന്തോ ടെൻഷനായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് പോയത്. ഇതുവരെയും മോളോടൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഇനി ചിലപ്പോൾ മോളുടെ അമ്മയെ കൊണ്ട് തന്നെ സത്യം പറയിപ്പിച്ചെന്നും വരും. അതെങ്ങനെ നിന്റെ ചേച്ചി ഉൾക്കൊള്ളും എന്ന് എനിക്കറിയില്ല. നീ വേണമെങ്കിൽ പുറത്ത് പോയിക്കോ. പക്ഷേ പുറത്തു പോകുന്ന നീ അനിയെ കാണുകയും അതിൻ്റെ പേരിൽ അനി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയും അവളെ അച്ഛനെയും അമ്മയെയും ഒക്കെ ഞങ്ങളെ ആക്ഷേപിച്ചാൽ എനിക്കും മോളുടെ അമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ല. അതിലും നല്ലത് ഞങ്ങളെ അങ്ങ് കൊല്ലുന്നതാ. എല്ലാം കണ്ടും കേട്ടും മതിയായി മോളെ. നീ അച്ഛനെ ഒരുപാട് കരയിക്കരുത് മോളെ. ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു പയ്യനെ മറക്കാൻ പറഞ്ഞാൽ അത് എത്രമാത്രം വേദനിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ അത് നമുക്ക് അർഹതപ്പെട്ട ബന്ധമല്ല മോളെ. അതുകൊണ്ട് അനിയെ മനസ്സിലിട്ടുകൊണ്ട് ഇനി മോൾ നടക്കരുത്. ഇനി അബദ്ധവശാൽ അനിയുമായിട്ട് ഒന്നിക്കാൻ കഴിഞ്ഞാലും പിന്നീട് മോൾക്കൊരു 1000 തവണ തോന്നും ആ ബന്ധം വേണ്ടായിരുന്നു എന്ന്. ഇപ്പം മോളുടെ ചേച്ചിമാർക്ക് തോന്നുന്നത് പോലെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ അച്ഛൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ചേർന്ന് അനിയെ വിളിപ്പിച്ചിട്ട് അനിയോട് ചോദിക്കുകയാണ്, എന്താടാ മോനെ നിനക്ക് പറ്റിയത്? എല്ലാവരെയും വിഷമിപ്പിക്കാനാണോ നിൻ്റെ തീരുമാനം?
അത് പിന്നെ മുത്തശ്ശ, കല്യാണം ഇത്ര പെട്ടെന്ന് വേണ്ട എന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. എഴുന്നേറ്റ് പോടാ. എനിക്ക് തീരെ വയ്യ. കൊച്ചുമക്കളുടെ കല്യാണം കാണുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ നേരത്തെ എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത്? നീ നേനമോളെയും ആദർശിനെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിക്കാൻ നോക്കുന്നതൊക്കെ ഞാൻ അറിഞ്ഞു. നടക്കില്ല നീ അനാമികയെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചുമോൻ എന്നെ അനുസരിക്കുന്നില്ല എന്ന് വേണം കരുതാൻ. അങ്ങനെയുള്ളപ്പോൾ വസന്തയെ നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഇറങ്ങിക്കൊടുക്കാം. അല്ലെങ്കിൽ തന്നെ പല ശ്വാസമുട്ടലുകളും ഉണ്ട് ഞങ്ങൾക്കിപ്പോൾ. മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ മോനെ നിനക്ക് പറ്റിയത്? മുത്തശ്ശനെ നീ ഇങ്ങനെ ധിക്കരിക്കാറില്ലല്ലോ. ധിക്കരിച്ചതല്ലല്ലോ മുത്തശ്ശി. പിന്നെ കല്യാണം നീ ഇപ്പം നീട്ടിവെക്കാൻ പറഞ്ഞതോ? ആ ചടങ്ങ് ഇപ്പം നടക്കുന്നതിലും പിന്നെ നടക്കുന്നതിലും എന്താ വ്യത്യാസം? നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ മോനെ? മുത്തശ്ശി ചോദിക്കുകയാണ്. മുത്തശ്ശൻ ചോദിക്കുകയാണ്, അതാണോ തുറന്നു പറയാൻ പറ്റാത്തത്? എൻ്റെ മനസ്സിൽ ഇനി ആരുമില്ല, ആരും വരാൻ പാടില്ല. അങ്ങനെയുണ്ടായിരുന്നെങ്കിൽ ഞാൻ അനാമിക മോളുടെ അച്ഛന് വാക്ക് കൊടുക്കുന്നതിന് മുമ്പേ പറയണമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കല്യാണം വിളിയും കഴിഞ്ഞ് കല്യാണ തീയതിയോ അടുത്തു. ആ സമയത്ത് ഇവന് ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അതെൻ്റെ കഴുത്തറക്കുന്നതിന് തുല്യ. അങ്ങനെയുള്ള കൊച്ചുമക്കളെ എനിക്ക് വേണ്ട. ജീവിതം ഒന്നേ ഉള്ളൂ, അവിടെ ആണായിട്ട് മരിക്കണേടാ. ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുത്താൽ ആ വാക്ക് പാലിക്കാൻ ശ്രമിക്കണം. മുത്തശ്ശ, എടുത്തുചാട്ടം കൂടുതലുള്ള പെൺകുട്ടിയാ അനാമിക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരുത്തി ഇവിടെ വന്നിട്ട് ഈ വീട്ടിൻ്റെ താളം തെറ്റിയാലോ? അങ്ങനെ താളം തെറ്റുവാണെങ്കിൽ ഇവിടെ അത് പരിഹരിക്കാൻ ആളുകളുണ്ട്. കുട്ടികളുടെ കല്യാണശേഷം താളം തെറ്റാതെ വീടുകൾ കുറവാ. രണ്ട് കൾച്ചർ ഉള്ളവർ തമ്മിലാണ് യോജിക്കുന്നത്. ഇവിടെ പൊരുത്തക്കേടുകൾ ഉണ്ടാവും. ഇനിയിപ്പോൾ നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ. അവൾ വന്നു കഴിഞ്ഞാൽ ഈ വീട് സ്വർഗമാവുമോ? അപ്പം മുത്തശ്ശി പറയാണ്, നയന മോളെ പോലെയുള്ള പെൺകുട്ടികളെ കിട്ടാൻ പ്രയാസാ മോനെ. നയനയുടെ ചേച്ചിയുടെ കാര്യം തന്നെ എടുക്ക്. ഇപ്പം അവളൊന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിലും നേരത്തെ എന്തായിരുന്നു സ്ഥിതി? അനി, എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ സ്വഭാവക്കാരായിരിക്കില്ല. അതിൽ വളർത്തുഗുണം ഒരുപാട് കുട്ടികളെ സ്വാധീനിക്കുമെങ്കിലും അതിനപ്പുറമാണ് അവരുടെ തലവര, ജാതകം. ഈ വീട്ടിൽ തന്നെ നീയും ആദർശം നന്നായില്ലേ? നിങ്ങളെ വളർത്തിയതുപോലെ തന്നെയാണ് അഭിയെയും വളർത്തിയത്. എന്നിട്ട് അവൻ തലതിരിഞ്ഞു പോയത് അതിൻ്റെ കാരണം എന്താ? അവൻ്റെ ജാതകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാറ്റാനും പറ്റില്ല. ഒരാളെ നല്ലവനും മിടുക്കവനും ആക്കുന്നതിനൊക്കെ അവൻ്റെ ഗ്രഹനിലക്ക് കൂടി പങ്കുണ്ട്. ജനിച്ച സാഹചര്യവും ചുറ്റുപാടും അതിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരിൽ ഒരു ചർച്ച വേണ്ട. കല്യാണ ദിവസം കല്യാണ പയ്യനായി കതിർ മണ്ഡപത്തിലേക്ക് കയറാൻ തയ്യാറായിക്കോ അനി. നേന എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുവിധം കേട്ടപ്പോൾ നേന പോയി. അതിനുശേഷം ഇപ്പോൾ അനിയും പോയി. മുത്തശ്ശി പറയാണ് മുത്തശ്ശനോട്, അവന് വേദനിച്ചു എന്ന് തോന്നുന്നു. ആ വേദന നമ്മൾ പരിഗണിക്കേണ്ട. ഈ കല്യാണം മുടങ്ങിയാലുണ്ടല്ലോ ആ പെൺകുട്ടിയുടെ വേദനയും കണ്ണീരും നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. അത് മാത്രം നമ്മളിപ്പോൾ മുന്നിൽ കണ്ടാൽ മതി. നേന ഇതെല്ലാം കേട്ട് വന്നിട്ട് ഒരിടത്തിരുന്ന് നന്നായിട്ട് കരയാണ്. അപ്പോൾ ജലജയും ആദർശിൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് പറയാണ്, അല്ല നീ ഇന്ന് പുറത്തേക്ക് പോകുന്നുണ്ടോ? പോകുന്നുണ്ടെങ്കിൽ ഞാനും കൂടെ വരാം. അപ്പോൾ ജലജ പറയാണ്, ഇവള് കരയുവാണല്ലോ, എന്ത് പറ്റി? എന്നിട്ട് അവിടെ വന്നിട്ട് ജലജ പറയാണ്, എന്തെങ്കിലും പ്രേമനൈരാശ്യമാണോ? സ്വന്തം മകൻ്റെ സ്വഭാവം മറ്റുള്ളവർക്കുണ്ടെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കരുത്. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, നീ കരഞ്ഞെന്നുള്ള കാര്യം സത്യമാണല്ലോ. അത് ചോദിച്ചത് ഇത്ര വലിയ കുറ്റായിപ്പോയോ? ഞാൻ എന്നെക്കുറിച്ചോർത്തോ എൻ്റെ ഭാവിയെക്കുറിച്ചോർത്തോ ഒരിക്കലും കരയാറില്ല. ഞാൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും തകർച്ചയുണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് വിഷമം വരൂ. പരിശുദ്ധ, പതിവ്രത, ശ്രീരത്നം, ഈ പേരിൽ ഏതെങ്കിലും ഒന്നിവളെ വിളിക്കാം. അങ്ങനെയൊക്കെ വിളിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. എനിക്ക് അങ്ങനെ ഒരു പേരിൻ്റെ ആവശ്യവും ഇല്ല. അപ്പോൾ ആദർശിൻ്റെ അമ്മ പറയാണ്, നീ സ്നേഹിക്കുന്നത് നിൻ്റെ വീട്ടുകാരിയല്ലേ? അവരെ ഓർത്തിട്ടാണോ നിൻ്റെ വേദന? അപ്പോൾ ജലജ പറയാണ്, നിൻ്റെ ചേച്ചി വീണ്ടും ഏതെങ്കിലും പുളികൊമ്പ് തേടിപ്പോയോ? എൻ്റെ ചേച്ചിയും ഞാനും ഒന്നും അങ്ങനെ തേടിപ്പോകുന്നവരല്ല. അവിടെ തെറ്റ് ചെയ്തത് അപ്പച്ചിയുടെ മകനാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞങ്ങൾക്കൊക്കെ എന്ന് പറയണ്ട, നിനക്കും നിൻ്റെ ചേച്ചിക്കും എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നിന്നെയൊക്കെ വളർത്തി വഷളാക്കിയ നിൻ്റെ അമ്മയ്ക്കും. നിർമ്മലിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പം അറിയാം എന്താ സംഭവിച്ചതെന്ന്. ഞാനും പറഞ്ഞിട്ടുണ്ട് ആദർശിനോട്, അവനെ എങ്ങനെയെങ്കിലും തേടിപ്പിടിക്കാൻ പോലീസിനോട് പറയണമെന്ന്. അഭിയാണോ നവ്യയാണോ കുറ്റം ചെയ്തതെന്ന് അപ്പം അറിയാലോ. എൻ്റെ മോൻ കാണാൻ പാടില്ലാത്ത ഫോട്ടോസ് കണ്ടിട്ടും അതൊക്കെ ക്ഷമിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എന്നെയും എൻ്റെ ചേച്ചിയെയും വിമർശിക്കാൻ, എന്നിട്ട് തെറ്റ് ചെയ്തവരെ കണ്ടെത്താൻ പറയുമ്പോൾ ഇതുപോലെ സംഭവം തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് തലയിൽ ആൾതാമസമുള്ളവർക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. നിർമ്മൽ പിടിക്കപ്പെട്ടാൽ തൊട്ടുപുറകെ ചിലരും ഇവിടെ പിടിക്കപ്പെടും. അങ്ങനെ ഒരു ഭയമാണ് നിങ്ങൾക്കൊക്കെ. ജലജ പറയാണ്, ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല.
പിന്നെ പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നത് നല്ല പ്രവണതയൊന്നുമല്ല. അതിനിതുവരെ പോലീസുകാർ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അനന്തപുരിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അത് ഗൗരവത്തിലെടുക്കുന്ന പോലീസ് ആണ് ഈ നാട്ടിലുള്ളതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഇവള് പറഞ്ഞത് ശരിയാ ജലജേ. പോലീസിൻ്റെ അന്വേഷണത്തെ നീ എന്തിനാ ഭയപ്പെടുന്നേ? ദേവയാനി കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ അതൊരു ഷോക്കായിപ്പോയി ജലജയ്ക്ക്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.